പ്രൈസ് ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ബൈബിൾ പുസ്തകങ്ങളിലൂടെയുള്ളതായ യാത്രയിൽ അതിൻ്റെ 22ാമത്തെ ലെസണാണ് ഇന്ന് നമ്മൾ എടുക്കുവാനായിട്ട് പോകുന്നത്. അതായത് 2 ശമൂവേലിൻ്റെ പുസ്തകം 13ാമത്തെ അധ്യായം മുതൽ ഇന്ന് ഏകദേശം 30 മിനിറ്റിനും 50 മിനിറ്റിനും ഇടയ്ക്കായിട്ടുള്ള സമയത്താണ് ഈ പാഠം നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ദാവീദിൻ്റെ ചെറുപ്പകാലം മുതലുള്ളതായ അനുഭവങ്ങളെക്കുറിച്ചും അവൻ്റെ വിജയങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ തൻ്റെ ജീവിതത്തിലെ ഒരു തോൽവിയെക്കുറിച്ചും നമ്മൾ പഠിക്കുകയുണ്ടായി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അതിന് മറുവശം നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും, ദാവീദിൻ്റെ ജീവിതത്തിലും തോൽവികളുണ്ടായിരുന്നു, പരാജയങ്ങളുണ്ടായിരുന്നു, വീഴ്ചകളുണ്ടായിരുന്നു, പാപം ചെയ്ത അനുഭവങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവിടെയൊക്കെ അവൻ വ്യത്യസ്തനായി ദൈവത്തോട് ഇടപെടുന്നു, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നു. അതാണ് അവനെ വ്യത്യസ്തനാക്കി തീർത്തത്. എന്നാൽ മറ്റു ചിലരുണ്ട്, പാപം ചെയ്യുകയോ ദോഷം ചെയ്യുകയോ അങ്ങനെ ജീവിതത്തിൽ തോൽവി പറ്റുമ്പോൾ ദൈവസന്നിധിയിൽ നിന്നും അകന്ന് പിന്മാറുന്ന അനുഭവത്തിലേക്ക്, ദൈവത്തോട് താല്പര്യമില്ലാതെ ഇഷ്ടമില്ലാതെ പുറകോട്ട് മുറുകുറുക്കുന്നതായ അനുഭവത്തിലേക്ക് പോകുന്നെങ്കിൽ അങ്ങനെയുള്ളവരോട് ദൈവത്തിന് പ്രസാദമില്ല. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതായ ഒരു നല്ല വശമെന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ തോൽവികളുടെ മധ്യത്തിലും ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് അവൻ്റെ മുൻപിൽ കവിണു വീണ് കരഞ്ഞ് ദൈവത്തോടെ പാപക്ഷമയ്ക്കായിട്ട് അപേക്ഷിക്കുന്നതായ കാഴ്ചകൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 51-ാം സങ്കീർത്തനത്തിലും അവൻ്റെ ആ പ്രാർത്ഥനാ വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായല്ലോ. അങ്ങനെ ജീവിതത്തിൽ പലവിധമായ താഴ്ചകളും ഉയർച്ചകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ഭക്തനാണ് ദാവീദ് എന്ന് പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും തോൽവികൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രാജസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമായിട്ട് വലിയ പ്രതാപശാലിയായ ഒരു രാജാവായതിനു ശേഷമായിട്ടാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഊരിയാവിൻ്റെ ഭാര്യയുമായിട്ടുള്ളതായ ആ ബന്ധം അത് ഒരു മർഡറിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് അവനെ നയിക്കുകയുണ്ടായി. അതൊരു വലിയ റിമാർക്കായിട്ട് എന്നും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ ആയിരുന്നത് കൊണ്ട് അവൻ അനുതപിച്ചു, അവൻ പാപക്ഷമയ്ക്ക് വേണ്ടി കരഞ്ഞു വിളിച്ചു, അവന് പാപക്ഷമ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളുടെ ജീവിതത്തിലും ഏത് പാപം ചെയ്ത ഒരു മനുഷ്യനാണെങ്കിലും, ഏത് കൊലയാളിയാണെങ്കിൽ തന്നെയും, ഏത് മോഷ്ടാവാണെങ്കിൽ തന്നെയും, ഏത് തരത്തിലുള്ളതായ ക്ഷമിക്കപ്പെടാത്ത മനുഷ്യരുടെ ഇടയിലുള്ളതായ പാപമാണ് എങ്കിൽ തന്നെയും ദൈവം അതെല്ലാം ക്ഷമിക്കുന്ന ദൈവമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. അതുകൊണ്ടാണ് വളരെയധികം പാപം ചെയ്ത ആൾക്കാരെ പോലും ദൈവം തൻ്റെ സന്നിധിയിലേക്ക് പാപക്ഷമ കൊടുത്ത് വിളിച്ചു വരുത്തുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കരം പിരിച്ചുകൊണ്ടിരുന്നതായ ടാക്സ് കളക്ടറായിരുന്ന മത്തായിയെ യേശു വിളിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ വ്യഭിചാരക്കുറ്റത്തിന് പിടിച്ചതായ ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവളുടെ പാപം മോചിച്ച് അവളെ വിടുന്നതായിട്ട് കാണുന്നു. പാപം മൂലം രോഗമുണ്ടായ ഒരു മനുഷ്യനെ ദൈവസന്നിധിയിലെ ആ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു, നിനക്ക് സൗഖ്യം പ്രാപിക്കുക എന്ന് ആ കാര്യകാരണ സഹിതം പറഞ്ഞുകൊണ്ട് യേശു അവിടെ സൗഖ്യം നൽകുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ 13ാമത്തെ അധ്യായത്തിലേക്ക് 2 സാമുവേൽ 13ാമത്തെ
അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരുമ്പോൾ ദാവീദിൻ്റെ കുടുംബത്തിലുള്ളതായ മറ്റൊരു പ്രശ്നത്തെയാണ് നമ്മൾ ഇവിടെ അഭിമുഖീകരിക്കുന്നത്. ഇവിടെ 13-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ദാവീദിൻ്റെ മകനായ അബ്ശാലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് താമാർ എന്നു പേര്. ദാവീദിൻ്റെ മകനായ അമ്നോന് അവളിൽ പ്രേമം ജനിച്ചു. തൻ്റെ സഹോദരിയായ താമാർ നിമിത്തം മാൽ മുഴുത്തിട്ട് അമ്നോൻ രോഗിയായി തീർന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമകാലത്ത് ബഹുഭാര്യാത്വം ഒരു സാധാരണ സംഭവമായിരുന്നു. അതൊരു വലിയ പാപമായിട്ട് ദൈവം കണക്കിലെടുത്തിരുന്നില്ല. എന്നാൽ വിശ്വസ്തയോടുകൂടെ ഏകഭാര്യാത്വം സ്വീകരിച്ച് ജീവിച്ചതായ ഭക്തന്മാരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അവോയ്ഡ് ചെയ്തുകൊണ്ട് അവർ ജീവിക്കുമ്പോൾ, ബഹുഭാര്യാത്വം സ്വീകരിച്ചതായ ആൾക്കാർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് ഇവിടെ ദാവീദിൻ്റെ ജീവിതം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതിന്. ദാവീദിന് പല ഭാര്യമാർ ഉണ്ടായിരുന്നു. അന്നത്തെ പ്രത്യേകിച്ച് രാജാവ് എന്നുള്ളതായ ആ പദവിയിലിരിക്കുമ്പോൾ അതിനുള്ളതായ അധികാരം ദാവീദിനുണ്ടായിരുന്നു, അതിനുള്ളതായ അവസരങ്ങൾ ദാവീദിനുണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ദാവീദിൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും അതുകൊണ്ട് നേരിടേണ്ടി വന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 13-ാമത്തെ അധ്യായത്തിൽ അബ്ശാലോം എന്ന് പറയുന്നത് ദാവീദിൻ്റെ ഒരു മകനാണ്. അവൻ്റെ സഹോദരിയാണ് താമാർ എന്ന് പറയുന്നത്. അവൾ വളരെ സൗന്ദര്യമുള്ളവരായിരുന്നു. എന്നാൽ അതിൻ്റെ അടുത്ത വചനം പറയുന്നത് മറ്റൊരു ഭാര്യയിലാണ് ഈ അമ്നോൻ എന്ന് പറയുന്നതായ ഒരു മകൻ ദാവീദിന് ജനിച്ചു. അവനും വളർന്നു. ഇവരൊക്കെ വളർന്നു വന്നപ്പോൾ വളരെ കുടുംബ പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വന്ന ഒരു മനുഷ്യനാണ് ദാവീദ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അമ്നോന് അവളിൽ പ്രേമം ജനിച്ചു. തൻ്റെ സഹോദരിയായ താമാർ നിമിത്തം മാൽ മുഴുത്തിട്ട് അമ്നോൻ രോഗിയായി തീർന്നു എന്ന് കാണുന്നു. അപ്പോൾ ഒരു ഭാര്യയിലുള്ളതായ ഒരു മകന് മറ്റൊരു ഭാര്യയിൽ ജനിച്ചതായ ഒരു മകളുമായിട്ട് പ്രേമം ഉണ്ടാകുകയും അതുമൂലം അവൻ രോഗിയായി തീരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ മാൽ മുഴുത്തിട്ട് അമ്നോൻ രോഗിയായി തീർന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലും ചില കെമിസ്ട്രി വശങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഈ ബൈബിളിൻ്റെ ബേസിൽ ഒരു സയൻറ്റിഫിക് പേപ്പറായിട്ട് ഞാൻ brainandaids.com എന്നുള്ളതായ ഒരു പേപ്പറിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. സാവകാശമുള്ളവർക്കും താല്പര്യമുള്ളവർക്കും അത് നോക്കിയാൽ ഇൻ്റർനെറ്റിൽ കാണാവുന്നതാണ്. ഇവിടെ എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഈ സംഭവങ്ങൾ 13-ാമത്തെ അധ്യായം വിശദമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ അമ്നോൻ താമാറിനെ ചതിവിൽ തൻ്റെ ഭവനത്തിലേക്ക് വിളിച്ച് വരുത്തുകയും എന്നിട്ട് അവളെ ബലാത്സംഗം ചെയ്ത് അവളെ മാനഭംഗപ്പെടുത്തുകയും അവൾ കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് പോവുകയും ചെയ്യുന്നതായ കാഴ്ചയാണ് കാണുന്നത്. ഈ കാഴ്ച അവളുടെ സ്വന്തം സഹോദരനായ അല്ലെങ്കിൽ സ്വന്തം അമ്മയിൽ ജനിച്ചതായ തൻ്റെ സഹോദരനായ അബ്ശാലോം കാണുകയും അവളെ ആശ്വസിപ്പിച്ചിട്ട് പറയുകയാണ്, നീ മിണ്ടാതെ ഇരിക്കുക എന്ന് 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. നിൻ്റെ സഹോദരനായ അമ്നോൻ നിൻ്റെ അടുക്കൽ ആയിരുന്നുവോ? ആകട്ടെ സഹോദരി മിണ്ടാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ മിണ്ടാതെ ഇരിക്കുക, ഞാൻ ഇതൊക്കെ ടേക്ക് കെയർ ചെയ്തു കൊള്ളാം, ഇതിന് പകരം ഞാൻ വീട്ടിക്കൊള്ളാം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 23-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അബ്ശാലോം പകരം വീട്ടുന്നതിനുള്ളതായ ഒരു അവസരം നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. 2 സംവത്സരം കഴിഞ്ഞ ശേഷം അബ്ശാലോമിന് എബ്രഹീമിന് സമീപത്തുള്ള ബാൽഹസാരിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് തൻ്റെ സഹോദരന്മാരെയും വീട്ടുകാരെയും ഒക്കെ വിളിക്കുക, ക്ഷണിക്കുക, പ്രത്യേകമായ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അന്നത്തെ ഒരു സമ്പ്രദായമായിരുന്നു. തുടർന്നുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 27-ാമത്തെ വാക്യത്തിൽ
അല്ലെങ്കിൽ 26-ാമത്തെ വാക്യത്തിൽ ദാവീദിനെയും തൻ്റെ മക്കളെ എല്ലാവരെയും ഈ അബ്ശാലോം അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. കാരണം മനസ്സിൽ ഈ അമ്നോനോട് പകരം വീട്ടുന്നതായ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഇവിടെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അപ്പോൾ അബ്ശാലോം, അങ്ങനെയെങ്കിൽ എൻ്റെ സഹോദരൻ അമ്നോൻ ഞങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. രാജാവ് അവനോട്, അവൻ പോരുന്ന എന്തിന് എന്ന് പറഞ്ഞു. എങ്കിലും അബ്ശാലോം നിർബന്ധിച്ചപ്പോൾ അവൻ അമ്നോനെയും രാജകുമാരന്മാരെയും അവനോടുകൂടെ അയച്ചു. എന്നിട്ട് തൻ്റെ കൂട്ടുകാരോട്, തൻ്റെ ബാല്യക്കാരോട്, നോക്കിക്കൊള്ളുവിൻ, അമ്നോൻ വീഞ്ഞു കുടിച്ച് ആനന്ദിച്ചിരിക്കുന്ന നേരം ഞാൻ നിങ്ങളോട് അമ്നോനെ അടിച്ചു കൊല്ലുവെന്ന് പറയുമ്പോൾ നിങ്ങൾ അവനെ അടിച്ചു കൊല്ലുവിൻ, ഭയപ്പെടരുത്, ഞാനല്ലോ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൂട്ടുകാരെ ഒക്കെ ഒരു മാഫിയയുടെ രീതിയിൽ ഈ അബ്ശാലോം പ്രവർത്തിക്കുകയാണ്. അവിടെ ഈ ഒരു പാർട്ടി നടത്തുമ്പോൾ വീഞ്ഞ് കൊണ്ടുവരുന്നു. വീഞ്ഞൊക്കെ ധാരാളം വിളമ്പിയിട്ട് ഈ അമ്നോന് പ്രത്യേകിച്ച് കൊടുത്ത് അവനെ കുടിച്ച് മത്തനാക്കിയതിന് ശേഷമായിട്ട് ആ അവസരത്തിൽ അവൻ ബോധമില്ലാതെ ഇരിക്കുമ്പോൾ അടിച്ച് കൊല്ലണം എന്നാണ് ഈ അബ്ശാലോം തൻ്റെ കൂട്ടുകാരോട് ചട്ടം കെട്ടിയിരുന്നത്. അങ്ങനെ തന്നെ സംഭവിച്ചു. അടുത്ത് കൂടെ വന്നതായ രാജകുമാരെല്ലാം ഓടിപ്പോയി. എന്നാൽ അമ്നോനെ അവിടെ കൊന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ തൻ്റെ അപ്പനായ ദാവീദിന് ഈ വിവരം ലഭിച്ചപ്പോൾ വളരെ അമ്പരന്നുപോയി. ഇങ്ങനെയുള്ളതായ സംഭവം, കുടുംബത്തിൽ തന്നെയുള്ളതായ കൊലപാതകം, സ്വന്തം സഹോദരനെ കൊല്ലുന്നതായ കാര്യം കേട്ടപ്പോൾ അവൻ അമ്പരന്നുപോയി. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അബ്ശാലോം അവിടെ നിന്നും ഓടിപ്പോയതായിട്ടാണ് നമുക്ക് കാണുന്നത്. 38-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെ, അബ്ശാലോം ഗേശൂരിലേക്ക് ഓടിപ്പോയി ഇവനെ കൊന്നതിന് ശേഷമായിട്ട് 3 സംവത്സരം അവിടെ താമസിച്ചു. എന്നാൽ ദാവീദ് രാജാവ് അബ്ശാലോമിനെ കാണുവാൻ വാഞ്ചിച്ചു. മരിച്ചുപോയ അബ്നോനെക്കുറിച്ച് ദുഃഖത്തിന് ആശ്വാസം വന്നിരുന്നു. അങ്ങനെ 13-ാമത്തെ വാക്യത്തിൽ 3 സംവത്സരം കഴിഞ്ഞതിന് ശേഷമായിട്ട് അബ്നോനെ കൊന്നതിന് ശേഷമായിട്ട് വീണ്ടും തിരിച്ച് കടന്നു വരുവാൻ വേണ്ടി ദാവീദ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അമ്നോനെക്കുറിച്ചുള്ളതായ മരണത്തിൻ്റെ പുറകിലുള്ളതായ വ്യസനം അല്പം കുറയുകയും ചെയ്തപ്പോൾ ഇവിടെ 14-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ മറ്റൊരു സംഭവമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 14-ാമത്തെ അധ്യായത്തിൽ യോവാബ് എന്നതായ ഒരു ഈ ദാവീദിൻ്റെ പടനായകൻ, ക്യാപ്റ്റനാണ്. അവനെ നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അവൻ ഒരു സ്ത്രീയെ ചട്ടം കെട്ടുന്നു. അവളെ ദാവീദിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നു. ഒരു നാടകീയമായ രംഗമാണ് അവിടെ കാണുന്നത്. ഒരു മകനെക്കുറിച്ച് വ്യസനിച്ച് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ദാവീദ് സമ്മതിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ആ സമയത്ത് പറയുമ്പോൾ ഒടുവിലായിട്ട് ഈ യോവാബ് എന്ന് പറയുന്ന ആളിൻ്റെ ഒരു കളിയായിരുന്നു ഇത്, അല്ലെങ്കിൽ ഇടപെടലായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് ദാവീദ് പറയുകയാണ്, അവന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരിക, എന്നാൽ എൻ്റെ മുഖം കാണരുത് എന്ന് അവനോട് കൽപ്പിച്ചു. അങ്ങനെ അബ്ശാലോം തൻ്റെ വീട്ടിൽ പോയി രാജാവിൻ്റെ മുഖം കണ്ടതുമില്ല. 14-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. യോവാബിൻ്റെ ആ പ്രവർത്തനം മൂലം, ആ നാടകീയമായ പ്രവർത്തനം ഒരു സ്ത്രീയിൽ കൂടെ, സ്ത്രീയെ ശരിയായിട്ട് പരിശീലിപ്പിച്ചതിന് ശേഷം വാചകങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ അബ്ശാലോം എന്ന് പറയുന്ന മകനോട് ദയ തോന്നുന്നതിനു വേണ്ടി ദാവീദിൻ്റെ അടുക്കിലേക്ക് അയക്കുകയും അതുമൂലം ദാവീദ് ഈ കാര്യം മനസ്സിലാക്കുകയും ഒടുവിലായിട്ട് ഈ യെരുശലേമിലേക്ക് അവനെ കൊണ്ടുവരുവാനായിട്ട് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ എൻ്റെ മുഖം അവൻ കണ്ടുപോകരുത് എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അബ്ശാലോം തൻ്റെ വീട്ടിൽ പോയി രാജാവിൻ്റെ മുഖം കണ്ടതുമില്ല എന്നാണ് ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെ 14-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, രാജാവിൻ്റെ മുഖം കാണാതെ അബ്ശാലോം 2 സംവത്സരം മുഴുവനും യെരുശലേമിൽ പാർത്തു. രാജാവിൻ്റെ മുഖം കാണാതെ 2 വർഷം ഈ യെരുശലേമിൽ അബ്ശാലോം ആ രാജാവിൻ്റെ ഭവനത്തിൽ നിന്നും അകലെയായിട്ട് പാർത്തു എന്നാണ് കാണുന്നത്. എന്നാൽ തുടർന്ന് ഉള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ അധ്യായത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് കടന്നു വരുമ്പോൾ ഈ അബ്ശാലോം വളരെ ബുദ്ധിമാനായിരുന്നു. ഈ ദാവീദിൻ്റെ പടനായകനായിരുന്ന യോവാബ് ബുദ്ധിമാനായ ഒരു മനുഷ്യനായതുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട് ഈ യോവാബിനെ ചട്ടം കെട്ടുകയാണ്. എനിക്ക് നിന്നെ കാണുവാനായിട്ട് വളരെ താല്പര്യമുണ്ട്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്ന 33-ാമത്തെ വാക്യത്തിൽ. യോവാബ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് വസ്തുത അറിയിച്ചു. അവൻ അബ്ശാലോമിനെ വിളിപ്പിച്ചു. അവൻ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് രാജാവിൻ്റെ മുമ്പാകെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. രാജാവ് അബ്ശാലോമിനെ ചുംബിച്ചു. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. യോവാബ് എന്ന പടനായകൻ്റെ സഹായത്തോടുകൂടെ അബ്ശാലോം ഈ ദാവീദിനെ കാണരുത് എന്ന് പറഞ്ഞതായ ആ കൽപ്പനയിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു കിട്ടിയിട്ട് ഈ ദാവീദിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് ഈ യോവാബിൻ്റെ റെക്കമെൻഡേഷനോടുകൂടെ കടന്നു വന്നിട്ട് ഈ രാജാവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്ന ഒരു നല്ല മനുഷ്യനായിട്ടാണ് അബ്ശാലോമിനെ ഇവിടെ കാണുന്നത്. എന്നാൽ അങ്ങനെ ആ അവസരത്തിൽ ഉണ്ടായിരുന്നതായ കോപവും ഭയവും ഒക്കെ മാറ്റിവെച്ചിട്ട് ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിനെ ചുംബിക്കുന്നതായിട്ടാണ് ഇവിടെ ഈ ചിത്രം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും ഈ അബ്ശാലോമിൻ്റെ ആ മനോഭാവം മാറുകയാണ്. തൻ്റെ പിതാവായ ദാവീദിനെ എങ്ങനെയെങ്കിലും രാജസ്ഥാനത്ത് നിന്നും വെട്ടിമാറ്റിയിട്ട് തനിക്ക് രാജാവായി തീരണം എന്നുള്ളതായ ആ അതിമോഹം അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. ചുരുക്കമായിട്ട് പറയട്ടെ, അവൻ ഓരോ ദിവസവും രാവിലെ അവൻ്റെ കുറേ ബാല്യക്കാരെയൊക്കെ ശേഖരിച്ചുകൊണ്ട് ഇത് കോർട്ടിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ഈ നീതിന്യായം ഒക്കെ നടത്തുവാൻ വേണ്ടി ആൾക്കാർ വരുന്നതായ സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് ചെന്ന് ആദ്യം തന്നെ നിന്നിട്ട് ഈ വരുന്നവരെയൊക്കെ വളരെ നയപരമായിട്ട് അവരെ സ്വീകരിക്കുന്നു. അവരെയൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുന്നു. നല്ല പ്രോമിസുകളൊക്കെ കൊടുക്കുന്നു. ഇപ്പോഴത്തെ ഈ രാജാവ് ദാവീദിന് ഇതിനൊന്നും സമയമില്ല ഈ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുവാൻ. എന്നാൽ എന്നെ രാജാവാക്കിയാൽ, ഞാൻ രാജാവാക്കിയാൽ നിങ്ങൾക്കെല്ലാം ന്യായം കിട്ടും. ഇസ്രായേൽ ഗോത്രത്തിൽ എല്ലായിടത്തും അവന് ചാരന്മാരെ അയക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. എന്നിട്ട് തന്നെത്താൻ രാജാവായിട്ട് വിളംബരം ചെയ്യുകയാണ്. ഈ 15-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അതിനു മുമ്പായിട്ട് 15-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ ഇതിൻ്റെ ചുരുക്കം പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ അബ്ശാലോം ഇസ്രായേലിയരുടെ ഹൃദയം വശീകരിച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയത്തെ വശീകരിക്കുവാനുള്ള ഒരു വശീകരണ ശക്തി തൻ്റെ നാവിനും തൻ്റെ ഹൃദയത്തിനും തൻ്റെ മുഖത്തിനും ബിഹേവിയറിനും കൊണ്ട് അവൻ അങ്ങനെ ചെയ്തു. അവരെയെല്ലാം വശീകരിച്ച് കളഞ്ഞു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 10-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത്, എന്നാൽ അബ്ശാലോം ഇസ്രായേൽ ഗോത്രങ്ങളിൽ എല്ലായിടവും ചാരന്മാരെ അയച്ചു. നിങ്ങൾ കാഹളനാദം കേൾക്കുമ്പോൾ അബ്ശാലോം ഹെബ്രോനിൽ രാജാവായിരിക്കുന്നുവെന്ന് വിളിച്ചു പറവിൻ എന്ന് പറയിച്ചു. അങ്ങനെ തന്നെത്താനായിട്ട് രാജാവായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെത്താൻ തിരഞ്ഞെടുത്തതായ കുറേ ചാരന്മാരെയൊക്കെ ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗത്തും അയച്ചിട്ട് ഈ അബ്ശാലോമിനെ രാജാവായിട്ട് വാഴിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് പ്രൊക്ലെയിം ചെയ്യുന്നതായ ഒരു വയലേഷനാണ് അവിടെ നമുക്ക് അബ്ശാലോമിൻ്റെ ജീവിതത്തിൽ നിന്നും കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ സ്വന്തം പിതാവായ ദാവീദ് രാജാവിന് എതിരായിട്ട് പ്രവർത്തന പദ്ധതി രൂപീകരിച്ചുകൊണ്ട് താൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 15-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം, അബ്ശാലോമിനോട് കൂടെയുള്ള
കൂട്ടുകെട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ, യഹോവേ, അഹീതോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ പലപ്പോഴും ഈ വാക്യം കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അഹീതോഫേൽ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധനും ബുദ്ധിമാനുമായ ഒരു അഡ്വൈസറായിരുന്നു. ആ അഡ്വൈസറെ ഈ അബ്ശാലോം ഇത് കുരുക്കെടുത്തു, അവൻ്റെ അടുത്ത അഡ്വൈസറായിട്ട് ഹയർ ചെയ്തു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും അവൻ്റെ ആലോചന പ്രകാരമാണ് മുൻപോട്ട് പോകുന്നത്. അവനൊന്ന് പറഞ്ഞാൽ അത് വാസ്തവമായിരിക്കും, ശരിയായിരിക്കും. അവൻ്റെ നിഗമനങ്ങളൊക്കെ വളരെ ശരിയായിരിക്കും എന്ന് ദാവീദിനറിയാം. എന്നാൽ ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. എന്താണ് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? പറയുന്നത്, അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ, യഹോവേ, അഹീതോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുന്നു, ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ടതായിട്ട് നമ്മൾക്ക് അടുത്ത അധ്യായങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അഹീതോഫേൽ ചില ആലോചനകളൊക്കെ പറഞ്ഞു എങ്കിൽ തന്നെയും അത് തെറ്റായ വിധത്തിൽ ആയിത്തീർന്നു, അവൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ ആയിത്തീർന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വിവരങ്ങളൊക്കെ അബ്ശാലോം തനിക്കെതിരായിട്ട് പുറപ്പെടുത്തുവെന്നും തനിക്കെതിരായിട്ട് ആൾക്കാരെ വശീകരിച്ചുവെന്നും ഇസ്രായേൽ ഗോത്രങ്ങളെയൊക്കെ വശീകരിച്ചുകൊണ്ട് ദാവീദിനെ കൊന്നിട്ട്, സ്വന്തം അപ്പനെ കൊന്നിട്ട് രാജ്യത്വം കൈവശമാക്കുവാൻ വേണ്ടി മുൻപോട്ടുള്ളതായ പ്ലാനുകളും ആലോചനകളും അറിഞ്ഞുകൊണ്ട് അവൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ 16-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദാവീദ് മലമുകൾ കടന്ന് കുറേ അപ്പുറം ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ, ഈ സ്വന്തം മകനായ അബ്ശാലോമിനെ ഭയന്ന് ഓടുകയാണ്. രാജധാനി വിട്ടിട്ട് മുൻപോട്ട് ഓടുകയാണ്. അവൻ മലമുകളിൽ കൂടെ കടന്ന് പോവുകയാണ്. എന്നിട്ട് അവിടെ പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈ പോകുന്നതായ പോക്കിൽ അവൻ നിന്ദിതനായിട്ട് പലരും അവനെ ശപിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 16-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ദാവീദ് രാജാവ് ബഹൂരീമിൽ എത്തിയപ്പോൾ ശൗലിൻ്റെ കുലത്തിൽ ഗേരയുടെ മകൻ ശിമെയി എന്നു പേരുള്ള ഒരുത്തൻ അവനെ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചും കൊണ്ടുവരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജഭൃത്യന്മാരെയും ഒക്കെയും കല്ലുവാരി എറിഞ്ഞു. ജനവും വീരന്മാരുമെല്ലാം ഇടത്തും വലത്തുമായിട്ട് നിൽക്കുകയായിരുന്നു. ശിമെയി ശപിച്ചും കൊണ്ട് ഇവണ്ണം പറഞ്ഞു: രക്തപാതക, നീച്ച, പോ, ശൗൽ ഗ്രഹത്തിൻ്റെ രക്തം യഹോവ നിൻ്റെ മേൽ വരുത്തിയിരിക്കുന്നു. അവന് പകരമല്ലോ നീ രാജാവായത്. യഹോവ രാജ്യത്വം നിൻ്റെ മകനായ അബ്ശാലോമിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബ്ശാലോമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ശപിക്കുന്നതായ ശിമെയിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ പുറകാലെ നമ്മൾ പഠിക്കുമ്പോൾ വീണ്ടും ദാവീദ് കടന്നു വരുമ്പോൾ, രാജാവായിട്ട് തിരിച്ചു വരുമ്പോൾ, ഈ ശിമെയിയെ കൊന്നുകളയട്ടെ എന്ന് തൻ്റെ പടയാളികളൊക്കെ പറയുമ്പോൾ, വേണ്ട, അവനെ കൊന്നുകളയണ്ട എന്ന് പറഞ്ഞിട്ട് അവനോട് കരുണ കാണിക്കുന്ന ഒരു ദാവീദിനെയാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 17-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞത് അഹീതോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കി എന്നാണല്ലോ നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്തത്. 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ അഹീതോഫേൽ തൻ്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തൻ്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാരെ ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാന്ന് മരിച്ചു. ഇവിടെ അഹീതോഫേൽ എന്ന് പറയുന്ന വളരെ ബുദ്ധിമാനായ അഡ്വൈസർക്ക് പറ്റിയതായ അബദ്ധം ഇതാണ്. ഒരു ദൈവഭക്തനായ അനോയിൻറ്റഡായ ഒരു മനുഷ്യന് നേരെ ആലോചന പറഞ്ഞതായ അഹീതോഫേൽ, അതിൻ്റെ അവസാനം ഒടുവിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവൻ ഒരു കയറിൽ കെട്ടിയാന്ന് ചത്തിട്ട് അവൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് 18-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ വേഗം മുൻപോട്ട് പോവുകയാണ്, ചരിത്രഭാഗങ്ങളായതുകൊണ്ട്. അവിടെ ഈ യുദ്ധങ്ങൾ ഇങ്ങനെ മുറുകുകയാണ്. അബ്ശാലോമും കൂട്ടരും അവൻ്റെ പടയാളികൾ ഒക്കെ ഈ ദാവീദിനെ ചുറ്റിക്കൊണ്ട്
ദാവീദിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നു, യുദ്ധം ആരംഭിക്കുന്നു. ആ യുദ്ധത്തിൽ ഒക്കെ ദാവീദും കൂടെയുള്ളവരും യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നതായിട്ട് കാണുന്നു 18-ാം അധ്യായത്തിൽ. കാരണം അല്ലാതെ നിവൃത്തിയില്ല. ദാവീദ് യെരുശലേം നഗരം വിട്ടിട്ട് വെളിയിൽ പോയിട്ടും അതിൻ്റെ പുറകാലെ ചെന്ന് യുദ്ധം ചെയ്യുവാൻ വേണ്ടിയാണ് സ്വന്തം മകനായ അബ്ശാലോം പടയാളികളെ ചേർത്തുകൊണ്ട് പുറകെ ചെല്ലുന്നത്. എന്നാൽ 18-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് കാണുന്നത്. ദാവീദിനോട് കൂടെയുള്ളതായ പടയാളികൾ വളരെ വളരെ ശൂരന്മാരാണ്. അവരെയൊക്കെ 3ആയിട്ട് തിരിച്ചുകൊണ്ട് ദാവീദ് യുദ്ധത്തിനായിട്ട് വിടുന്നു. പിടിച്ചു നിൽക്കണമല്ലോ അതിനു വേണ്ടി. എന്നാൽ ഒരു കണ്ടീഷൻ ദാവീദ് അവിടെയും പറയുന്നത് 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അബ്ശാലോം രാജകുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവീൻ എന്ന് രാജാവ് യോവാബിനോടും അബീശായിയോടും ഇത്ഥായിയോടും കൽപ്പിച്ചു. ഇവർ 3 പേരുമാണ് ഈ ദാവീദിൻ്റെ പടനായകന്മാരെന്ന് പറയുന്നത്. അവരോട് ചേർന്ന് ഓരോ കൂട്ടം പടയാളികളെയും അവൻ 3 വശങ്ങളിലേക്കായിട്ട് വിടുകയാണ്. എന്നാൽ ഒരു കാര്യം പറയുന്നത്, എൻ്റെ മകനായ അബ്ശാലോമിനെ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവനോട് കനിവോടെ പെരുമാറണം, അവനെ കൊന്നുകളയരുത്, ഒന്നും ഉപദ്രവം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ വിടുന്നത്. എന്നാൽ തുടർന്നുള്ളതായ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അവർ യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ ഇതാ ഒരു കോവർ കഴുതപ്പുറത്ത് ഈ അബ്ശാലോം രാജകുമാരൻ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു കരിവേലത്തിൻ്റെ കീഴിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ മുടി ആ കരിവേലത്തിൽ കുരുങ്ങുകയും താൻ യാത്ര ചെയ്യുന്നതായ ആ കോവർ കഴുത മുമ്പോട്ടങ്ങ് ഓടിപ്പോവുകയും അങ്ങനെ ആ മുടിയിൽ തൂങ്ങിക്കിടക്കുന്നതായ അബ്ശാലോമിനെ ഈ പടനായകന്മാരായ യോവാബ് ഒക്കെ കാണുകയും യോവാബിൻ്റെ കുന്തം അവൻ്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയും എന്നിട്ട് അവനെ അടിച്ച് കൊല്ലുകയും ചെയ്തതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ദാവീദിൻ്റെ സ്വഭാവം അറിയാവുന്നതായ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ഇവനെ ജീവനോടെ കൊണ്ടുവന്നാൽ പിന്നെ ദാവീദ് അവനെ കൊല്ലുവാനായിട്ട് സമ്മതിക്കുകയില്ല, അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ കൊന്നുകളയുക എന്ന് പടനായകന്മാർ തീരുമാനിച്ചു. എന്നിട്ട് ഈ വിവരം ദാവീദിനെ അറിയിച്ചപ്പോൾ ദാവീദ് വളരെ വളരെ വിഷമത്തോടു കൂടെ വിലാപം ചൊല്ലുന്നതായിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ദാവീദിനെതിരായി മത്സരിച്ചതായി യോനാഥാനും കൂട്ടരും പടയിൽ തോറ്റു. അവർ കംപ്ലീറ്റായിട്ട് കീഴടക്കപ്പെട്ടു. ദാവീദ് കൂട്ടരും ജയാളികളായിട്ട് ആയിത്തീർന്നപ്പോൾ ഇസ്രായേലിലുള്ളതായ യഹൂദയിലുള്ളതായ പ്രഭുക്കന്മാരൊക്കെ എല്ലാവരും കടന്നു ചെന്ന് ദാവീദിനെ ഈ യോർദാൻ കടത്തി യെരുശലേമിലേക്ക് കൊണ്ടുവരുന്നതായ ഒരു ശുശ്രൂഷയാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഈ സ്വന്തം മകനായ അബ്ശാലോമിനെ ഭയന്ന് യോർദാൻ നദി കടന്ന അക്കരെയാണ് ദാവീദ് പോയത്. എന്നാൽ യുദ്ധം വിജയിച്ചതിന് ശേഷമായിട്ട്, അബ്ശാലോമിൻ്റെ മരണത്തിന് ശേഷമായിട്ട് ഇതാ ദാവീദിനെ ഈ തള്ളിപ്പറഞ്ഞ എല്ലാവരും കൂടെ ചെന്നിട്ട് അവരെ യോർദാൻ കടത്തുന്നതായ ഒരു ശുശ്രൂഷയിലേക്ക് അനുഗ്രഹിച്ച് രാജാവിനെ തിരിച്ചു കൊണ്ടിരുന്നതായ ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 19-ാമത്തെ വാക്യത്തിൽ ദാവീദ് തിരിച്ചു വരുമ്പോൾ 21-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ശൗലിൻ്റെ കുടുംബക്കാരനായ ബെന്യാമിൻ ഗോത്രക്കാരനായ ബിക്രയുടെ മകനായ ശേബ എന്നവരുള്ള ഒരു നീചനെക്കുറിച്ച് ഇവിടെ വായിക്കുന്നു. അവൻ ഈ ജനങ്ങളെയും പടയാളികളെയെല്ലാം കൂട്ടിക്കൊണ്ട് ദാവീദിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ അവരെ കഠിനമായിട്ട് ദാവീദ് തോൽപ്പിക്കുന്ന ചരിത്രമാണ് അവിടെ കാണുന്നത്. 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫിലിസ്ത്യർ വീണ്ടും യുദ്ധത്തിനായിട്ട് കടന്നു വരുന്നതായിട്ട് കാണുന്നു. അവിടെ ഫിലിസ്ത്യരെക്കുറിച്ചൊക്കെ പല വിവരങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വളരെ ദീർഘകായന്മാരായ ഈ ഗോലിയാത്തിനെ പോലെയുള്ളതായ മനുഷ്യരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന 21-ൽ ആ യുദ്ധത്തിൽ നേരത്തെ വളരെ യൗവനക്കാരനായിരുന്നതായ ഈ ദാവീദ് ഇപ്പോൾ ഇതാ
ഈ യൗവനമൊക്കെ കഴിഞ്ഞ് ഒരു വാർദ്ധക്യത്തിൻ്റെ സമയത്തേക്കൊക്കെ ആയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 21:15 വാക്യം, ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് തൻ്റെ ഭൃത്യന്മാരുമായി ചെന്നു ഫെലിസ്ത്യരോട് പടയേറ്റു. ദാവീദ് തളർന്നുപോയി. ഇതിനു മുമ്പ് ഒരിക്കലും തളർന്നു പോയിട്ടില്ലാത്തതായ ദാവീദ് ഈ ഫെലിസ്ത്യ മന്നന്മാരോടൊക്കെ യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രയാദിക്ക സമയമായപ്പോഴേക്കും താൻ തളർന്നു പോയതായിട്ടാണ് കാണുന്നത്. എന്നാൽ എന്താണ് സംഭവിച്ചത്? അപ്പോൾ 300 ശേക്കൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനും പുതിയ വാൾ അരയ്ക്ക് കെട്ടിയവനുമായ രേഫാ മക്കളിൽ യശ്ബീബെനോബ് എന്നൊരുവൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു. എന്നാൽ സെരൂയയുടെ മകനായ അബീശായി വന്ന് അവന് തുണയായി വന്ന് ഫെലിസ്ത്യനെ വെട്ടിക്കൊന്നു. അപ്പോൾ ദാവീദിൻ്റെ ഭൃത്യന്മാർ അവനോട്, നീ ഇസ്രായേലിൻ്റെ ദീപം കെടുക്കാതിരിക്കേണ്ടതിന് മേലാൽ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടരുതേ എന്ന് സത്യം ചെയ്യിച്ചു പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിന് ഇനിയും ദാവീദ് വരേണ്ടതില്ല, ഞങ്ങൾ തന്നെ യുദ്ധമുണ്ടായാൽ പോയി ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവനെ യുദ്ധത്തിൽ നിന്നും മടിപ്പിച്ച് കൊട്ടാരത്തിൽ താമസിക്കുന്നതിന് വേണ്ടി അവരെ എൻകറേജ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. 22 വാക്യം, ഈ യുദ്ധമൊക്കെ ചെയ്തതിന് ശേഷമായിട്ട് ദാവീദ് ഒരു സ്തോത്ര ഗീതം പാടുന്നതായ പാട്ടാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 22 വാക്യം തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എന്താണ് പറയുന്നത്? യഹോവ എൻ്റെ പാറയാണ്, എൻ്റെ പാറയായ ദൈവം. ദാവീദിൻ്റെ ജീവിതത്തിൽ പാറക്കെട്ടുകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് പലവിധമായ സ്റ്റോറികളൊക്കെ നമുക്കറിയാം. ശൗലൊക്കെ തന്നെ പിന്തുടരുമ്പോൾ ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ ഒളിച്ചിരുന്ന് സങ്കേതമായിരിക്കുന്നത് പോലെയാണ് ദാവീദിന് യഹോവ എൻ്റെ പാറയാണ്, ഏതവസരത്തിലും എന്നെ സൂക്ഷിക്കുന്നവൻ, സംരക്ഷിക്കുന്ന പാറയാണെന്നാണ് പറയുന്നത്. 3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും പറയുന്നത് യഹോവ സാഹസത്തിൽ നിന്ന് രക്ഷിക്കുന്നു. പലരും സാഹസം ചെയ്തിട്ട് തൻ്റെ സ്വന്തം മകനായ അബ്ശാലോം പോലും സാഹസം എടുത്ത് അവനെ കൊല്ലുവാനായിട്ട് ഭാവിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷിച്ചത് യഹോവയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹത്വം കൊടുക്കുന്നു. 5 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് മരണത്തിൻ്റെ തിരമാല വളഞ്ഞപ്പോൾ, പല സമയങ്ങളിലും മരണത്തിൻ്റെ തിരമാലകൾ തന്നെ വളഞ്ഞു. ഇവിടെ നമ്മൾ മുമ്പേ അല്പം മുമ്പ് വായിക്കുകയുണ്ടായി. 21:15 വാക്യത്തിൽ എന്താണ് പറഞ്ഞത്? 300 ശേക്കൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനും പുതിയ വാൾ അരയ്ക്ക് കെട്ടിയവനുമായ രേഫാ മക്കളിൽ യശ്ബീനോബ് എന്നൊരുവൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു ആ യുദ്ധക്കളത്തിൽ വെച്ച്. അപ്പോൾ ഒരു പടനായകൻ ഓടി വന്നിട്ട് അബീശായി അവനെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ ദാവീദിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ തിരമാല വളഞ്ഞ് നിന്നപ്പോൾ, ആ മരണത്തിൻ്റെ മണം ഏറ്റുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൽ നിന്നും യഹോവ രക്ഷിച്ചുവെന്നാണ് പറയുന്നത്. 18 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും, ബലമുള്ള ശത്രു പലപ്പോഴും കാണാനായിട്ട് സാധിക്കും, അതിൽ നിന്ന് വിടുവിച്ചു. 19 വാക്യം വായിക്കുമ്പോൾ സ്തോത്രഗീതം പറയുമ്പോൾ അനർത്ഥ ദിവസത്തിൽ യഹോവ തുണയായിരുന്നു. ദാവീദ് വലിയ രാജാവായിരുന്നു എങ്കിൽ തന്നെയും അനർത്ഥ ദിവസങ്ങൾ അവൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. 23 വാക്യം നമ്മൾ ഫാസ്റ്റായിട്ട് പോവുകയാണ്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദാവീദിൻ്റെ അന്ത്യവാചകങ്ങളാണ്. താൻ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞു, എന്നിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവന് പല കാര്യങ്ങളും പറയുവാനുണ്ട്. 23:5 വാക്യം അവൻ ഓർക്കുകയാണ്, നിൻ്റെ ശാശ്വത നിയമം എന്നോട് ചെയ്തവനായ ദൈവത്തെ. ശാശ്വത നിയമം എന്ന് പറയുമ്പോൾ ദാവീദിൻ്റെ സന്തതിയായി മരിച്ച് ഉയർത്തെഴുന്നേറ്റതായി യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ അന്ന് മുതൽ തന്നെ ദാവീദിൻ്റെ താക്കോൽ, ദാവീദിൻ്റെ സന്തതിയായിട്ട് എന്ന് പറയുമ്പോൾ ഒരു ശാശ്വതമായ നിയമമാണ്. പലവിധമായ കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ട്. തൻ്റെ തലമുറകളൊക്കെ വല്ലാത്ത രീതിയിൽ പോയെങ്കിൽ തന്നെയും ദാവീദിനോടുള്ളതായ ശാശ്വതമായ നിയമമാണ് ഇന്നും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദാവീദിൻ്റെ സിംഹാസനം, ദാവീദിൻ്റെ താക്കോൽ എന്നൊക്കെ പറയുന്നത് അവൻ്റെ ശാശ്വത നിയമത്തിൽപ്പെട്ടതായ കാര്യങ്ങളാണ്. 8 മുതൽ 39 വരെയുള്ളതായ വാക്യങ്ങൾ 23 അധ്യായത്തിൽ ദാവീദിൻ്റെ വീരന്മാരെക്കുറിച്ചുള്ളതായ കാര്യങ്ങളാണ്. ആരൊക്കെ ആയിരുന്നു? ദാവീദ്. പിന്നീട് ഗാദ് എന്ന് പറയുന്നതായത് ദാവീദിൻ്റെ ഒരു ദർശകനായിരുന്നു. എപ്പോഴും ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുവാൻ വേണ്ടി ഗാദ് തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആലോചന എന്താണ്? ദാവീദിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. എവിടെ പോയാലും യുദ്ധത്തിന് പോകുമ്പോഴൊക്കെയും അതിനു മുമ്പായിട്ട് ആ ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു ഗാദ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മുമ്പേ ചിന്തിച്ചതുപോലെ
ഈ ഊരിയാവിൻ്റെ ഭാര്യയുടെ കാര്യം ചിന്തിച്ചപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ പോയി അവിടെ അതിൻ്റെ പ്രശ്നം അവൻ അനുഭവിക്കുകയും ചെയ്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചാപ്റ്റർ 24 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് മറ്റൊരു കാര്യമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ജനത്തെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് ഹിതമുള്ളതായ ഒരു കാര്യമല്ലായിരുന്നു. ദൈവത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മുൻപോട്ട് പോകണം എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ആലോചന. അവിടെ ദൈവം കോപിക്കുന്നു. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് ദാവീദിന് ശിക്ഷയായിട്ട് കൊടുക്കുന്നത്. അതിലേതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കാം എന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് 24-12 വാക്യം മുതൽ നമ്മൾ ഈ ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത്, ദേശത്തെ 7 സംവത്സരം ക്ഷാമം അത് നീ സ്വീകരിക്കുന്നു, അതോ 3 മാസം ശത്രുക്കളുടെ കയ്യിൽ രാജ്യത്തെ ഏൽപ്പിക്കുന്നു, അത് നീ സ്വീകരിക്കുന്നു, അതോ 3 ദിവസത്തെ മഹാമാരി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും നേരിട്ടുള്ളതായ ആ മഹാമാരി കൊണ്ട് ജനങ്ങൾ നശിക്കുക, ഇത് ഏതാണ് നീ സ്വീകരിക്കുന്നത്? ഇത് ശരിയായിട്ട് ആലോചിച്ചതിന് ശേഷമായിട്ട് ദാവീദ് ഇങ്ങനെ വിചാരിച്ചു. ഇങ്ങനെ പറയാം. 14 വാക്യത്തിൽ അവൻ പറയുകയാണ്, യഹോവയുടെ കയ്യിൽ തന്നെ വീഴുന്നത് എനിക്ക് ഉത്തമം, അവൻ്റെ കരുണ വലിയതല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ 3 ദിവസത്തെ മഹാമാരി ഏൽപ്പിച്ചു. ഞാൻ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ, എനിക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും മരിച്ചാലും യഹോവയുടെ കരുണയുള്ളവനായ ആ യഹോവയുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് ഞാൻ പ്രാർത്ഥിക്കും, അവനോട് കരുണ പ്രാപിക്കുന്നുള്ളതായ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെയാണ് അവൻ ആ 3 ദിവസത്തെ മഹാമാരി എന്നുള്ളതായ ആ ശിക്ഷ ഏറ്റുവാങ്ങി. 24 അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിനെ എണ്ണിയത് മൂലം ഉണ്ടാകുന്നു, ദേശത്തിൻ്റെ മേൽ വലിയ മഹാമാരി ഉണ്ടാകുന്നു, ജനങ്ങൾ നശിക്കുന്നതായിട്ട് കാണുന്നു. 15 വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ദാൻ മുതൽ ബർശേവ വരെ ജനത്തിൽ 70,000 പേര് മരിച്ചു. ഈ 3 ദിവസത്തെ ദൈവിക ശിക്ഷ ഏറ്റെടുത്ത മൂലം 70,000 പേര് ഈ സ്ഥലത്ത് മരിച്ചതായിട്ടാണ് കാണുന്നത്. 3 ദിവസത്തെ മഹാമാരി. അപ്പോൾ 70,000 പേര് പട്ടുപോയി. 18 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അന്ന് തന്നെ ഗാദ് ദാവീദിൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ ചെന്ന് യെബൂസ്യനായ അരവനയുടെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു കൊടുക്കുന്നതായ ഒരു പ്രവാചകനാണ്, ദർശകനാണ് ഗാദ്. ആ ഗാദിനോട് ആലോചന ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം ഈ അവസരത്തിൽ, എങ്ങനെയാണ് ദൈവത്തോട് കരുണ ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഗാദ് ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഒരു യാഗപീഠമുണ്ടാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക, അതാണ് വേണ്ടത്. 24 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു വിലയ്ക്ക് ഒരു വസ്തു വാങ്ങുന്നു, 50 വെള്ളിക്കാശ് കൊടുത്ത് ഇത് ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്നിട്ട് 25 വാക്യത്തിൽ നമുക്ക് കാണുന്നത് ദാവീദ് യഹോവയ്ക്ക് യാഗം അർപ്പിക്കുന്നു, എന്നിട്ട് പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, ആ ബാധ അവിടെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അരവിന എന്ന് പറയുന്നതായ ഒരു മുതലാളിയുടെ സ്ഥലമാണ് ഈ യാഗപീഠം പണിയുവാനായിട്ട് ദാവീദ് വാങ്ങിയത്. അതിൻ്റെ വില കൊടുത്തപ്പോൾ അവനത് വിസമ്മതിച്ചു. എന്നാൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് പറയുന്നത് 24 വാക്യത്തിലാണ്, ഒന്നും ചെലവില്ലാതെ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് അവൻ പറഞ്ഞു. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നും ചെലവില്ലാതെയല്ല, ചിലവാകുകയും ചിലവായി പോവുകയും ചെയ്യുകയാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ. അങ്ങനെ ചിലവില്ലാത്ത യാഗം എന്ന് പറയുന്നത് ദാവീദ് അതിനർത്ഥം കൊടുത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലും അത് വിലയേറിയതാണ്. അങ്ങനെ ചിലവോടുകൂടെ അതിൻ്റെ ഈ വില കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം അവൻ്റെ യാഗം ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുകയും ദൈവം പ്രസാദിക്കുകയും ദൈവത്തിൻ്റെ കോപം മാറുകയും ദൈവത്തിൽ നിന്നും ക്ഷമ ലഭിക്കുകയും അങ്ങനെ ജീവിതത്തിൽ ദൈവത്തോട് അടുത്ത് ഇടപെട്ട് തൻ്റെ പ്രാർത്ഥന മൂലം, തൻ്റെ അനുതാപം മൂലം, തൻ്റെ പ്രായശ്ചിത്തം മൂലം ദൈവസന്നിധിയിൽ നിന്നും ക്ഷമ പ്രാപിച്ച് ദൈവത്തോട് നിരന്നതായ ഒരു മനുഷ്യനാണ് ദാവീദ്. എന്നാൽ മറ്റ് പലരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ശൗലിൻ്റെ ജീവിതം ഒടുവിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതായ ഒരു ജീവിതം. ഒരിക്കലും നമ്മളുടെ ജീവിതം ദൈവത്തിൽ നിന്നും അകന്നു പോകാനായിട്ട് ഇടയായി തീരരുത്. ദൈവസന്നിധിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുവാൻ ദാവീദ് നമ്മൾക്കൊരു ഉത്തമ മാതൃകയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെ ഞാൻ ഇവിടെ ഈ 2 ശമൂവേലിൻ്റെ പുസ്തകം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തതായിട്ട് രാജാക്കന്മാരുടെ 1-ാം പുസ്തകമാണ് അടുത്ത ലെസണിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അത് അടുത്ത ആഴ്ച അടുത്ത പ്രാവശ്യം നമ്മൾ 23-ാമത്തെ ലെസൺ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം ആരംഭിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.